Hello friends, welcome back to Sunny's Cuisine. ചിക്കൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാ ഉണ്ടാവാല്ലേ? അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഡിഷാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഒരു 600 ഗ്രാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം എല്ലോട് കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൂട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമായി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത്രയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു ചെറിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലും മസാല എല്ലാം നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. അതിനുശേഷം ഇതൊരു മണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ ചിക്കൻ ഒരു പ്രത്യേക സ്വാദായിരിക്കും. ഓരോ സൈഡും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസസ് എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രേവി പാർട്ടും കൂടി ഒന്ന് വേഗം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിരുന്ന ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. അതിനുശേഷം 1 സവാള ചെറിയ കഷ്ണങ്ങളായിട്ട്, അതായത് ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ 1 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും
1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം ചിക്കനിലേക്ക് പെരണ്ട് കിട്ടണത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം നിറഞ്ഞിട്ട് വയ്യ. അപ്പോൾ കഴിക്കുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ എല്ലാവരും ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് സൈഡിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു കിടിലൻ വെറൈറ്റി വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സീ യു.